മറ്റൊരു വാർത്ത, കൊച്ചി ഇടപ്പള്ളിയിൽ ചെകുത്താൻ എന്ന യൂട്യൂബർ അജു അലക്സിനെ ആക്രമിച്ചെന്ന് പരാതി. മോഹൻലാലിനെയും ആരാധകരെയും അധിക്ഷേപിച്ചുവെന്നാരോപിച്ചായിരുന്നു അഞ്ചംഗ സംഘത്തിന്റെ ആക്രമണം. കളമശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ട്. എസ് ശരൺ ചേരുന്നു. ശരൺ, എന്താണ് സംഭവിച്ചത്? റോഷിനി, പലപ്പോഴായി അതിശയകരമായിട്ടുള്ള വീഡിയോകൾ പങ്കുവച്ചതിലൂടെ വിവാദത്തിലായിട്ടുള്ള ആളാണ് ഈ ചെകുത്താൻ എന്നറിയപ്പെടുന്ന അജു അലക്സ്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു മർദ്ദനം തനിക്ക് നേരിട്ടു എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കളമശ്ശേരി പോലീസിന് പരാതി നൽകുന്നത്. അതായത് നേരത്തെ സമൂഹ മാധ്യമങ്ങളുടെ ഒരു വീഡിയോ ഇയാൾ പങ്കുവച്ചിരുന്നു. ദൃശ്യം 3 സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരുന്നത്. അതിൽ മോഹൻലാലിനെയും ആരാധകരെയും അധിക്ഷേപിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഈ മർദ്ദനം നടന്നെന്നുള്ള പരാതിയാണ് വന്നിരിക്കുന്നത്. മിനിഞ്ഞാന്ന് രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. ഇടപ്പള്ളിയിലെ ഒരു തട്ടുകടയിലേക്ക് ഈ അജു അലക്സും സുഹൃത്തും കൂടി ഭക്ഷണം കഴിക്കാനായി എത്തുന്നു. അതിനുശേഷം ഭക്ഷണം കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും കാറിൽ 5 അംഗ സംഘം എത്തുന്നു. നീ ചെകുത്താനല്ലേടാ, ഞങ്ങൾ മോഹൻലാൽ ആരാധകരാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മർദ്ദനം നടന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ താടിയലിനും കഴുത്തിനും അടക്കം തനിക്ക് പരിക്കേറ്റു. താൻ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിന് പിന്നാലെ താൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഈ സംഘം വീണ്ടും എത്തി ഭീഷണിപ്പെടുത്തിയെന്നുള്ള പരാതി കൂടിയാണ് ഇയാൾ ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പരാതിയിലാണ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് 5 പേരെ പ്രതിയേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വാഹനത്തിന്റെ, അതായത് ഈ പ്രതികൾ സഞ്ചരിച്ച വാഹനത്തിന്റെ നമ്പർ അടക്കം അജു അലക്സ് പോലീസിന് കൈമാറിയിട്ടുണ്ട്. ആ വാഹനം കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഈ പ്രതികളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒപ്പം തന്നെ ഈ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ശരി, ശരണാണ് വിവരങ്ങൾ നൽകിയത്.